നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത കുംഭമേള തിരക്കുമായി ബന്ധപ്പെട്ട് 15 മരണം ഉണ്ടായ വാർത്തയാണ്. ദുരന്തം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എന്ന സ്ട്രിപ്പ് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ തിരക്കിൽ 15 മരണം എന്നതാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുത്തിട്ടുള്ളത്. നാടുകടത്തൽ രണ്ടാം വിമാനം എത്തി. US വിമാനം അമൃത്സറിൽ കൊണ്ടുവന്നത് 119 പേരെ എന്ന് പറഞ്ഞുകൊണ്ട് US നിന്നും കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ തന്നെ മലയാള മനോരമ നൽകിയിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ റാഗിംഗ് പ്രതികളുടെ തുടർ ഭരണം തടയണമെന്ന കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തടയണമെന്ന് നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഒന്നും അറിയാതെ ഹൗസ് കീപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. റാഗിംഗ് തടയുന്നതിൽ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അധികൃതർക്ക് സംഭവിച്ചത് വൻ വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത കുംഭമേളയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം മാതൃഭൂമി നൽകിയിട്ടുണ്ട്. 15 മരണം എന്നതാണ് തലക്കെട്ടായി ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുള്ളത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കും എന്ന് മറ്റൊരു സ്ട്രിപ്പ് കൂടി വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. കുംഭമേളയുടെ തിരക്ക്, റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് കാണിക്കുന്ന, ട്രെയിനിന് അകത്ത് തിരക്ക് കാണിക്കുന്ന 2 ചിത്രങ്ങൾ മാതൃഭൂമി പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ മാതൃഭൂമിയിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത പ്രധാനമന്ത്രിയെയും സർക്കാരിനെയും പുകഴ്ത്തി ശശി തരൂർ എന്ന വാർത്തയാണ്. UDF-ൽ വലിയ അതൃപ്തി പുകയുകയാണ്, അതേസമയം തന്നെ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ 2 സബ് സ്റ്റോറി നൽകുന്നുണ്ട്. പ്രധാനമന്ത്രി US സന്ദർശനത്തെയും സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ രംഗത്തെ നേട്ടത്തെയും പുകഴ്ത്തി കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂർ MP എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി കാർട്ടൂൺ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേസമയം തന്നെ അവസരമാക്കി ഇതിനെ CPM മാറ്റുകയാണ് എന്നൊരു സബ് സ്റ്റോറി നൽകുന്നുണ്ട്. തള്ളിപ്പറഞ്ഞു കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി നൽകുന്നുണ്ട്. നാടിന്റെ വികസനം ചില മേഖലകളിൽ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കത്തക്ക രീതിയിൽ വികസനമാണ് എന്നത് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളും വലിയ പ്രാധാന്യത്തിൽ തന്നെ മാതൃഭൂമി നൽകുന്നുണ്ട്. വെട്ടിലാക്കി വാഴ്ത്തുപാട്ട് എന്നാണ് അതിന് തലക്കെട്ട് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ദമ്പതിമാർ മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ദമ്പതിമാർ മരിച്ച വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ED ചമഞ്ഞ റെയ്ഡ്, ASI പിടിയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ കർണാടക സ്പീക്കറുടെ ബന്ധുവീട്ടിൽ പരിശോധന നടത്തുകയും 3 കോടി തട്ടിയെടുക്കുകയും ചെയ്ത കേസിലെ മുഖ്യ സൂത്രധാരനായ ഗ്രേഡ് ASI അറസ്റ്റിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് കഴിഞ്ഞ തവണത്തേക്കാൾ അപേക്ഷിച്ച് BSNL-ൽ ലാഭത്തിലായിരിക്കുകയാണ് എന്ന വാർത്തയാണ്. ഇതുവരെ ഇല്ലാതെ ആദ്യമായാണ് BSNL ഇങ്ങനെ ലാഭത്തിലാകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന വാർത്തയാണ്. BSNL അങ്ങനെ ലാഭത്തിലായി എന്നതാണ് തലക്കെട്ട്. BSNL-ൽ 17 വർഷത്തിന് ശേഷം ആദ്യമായി ലാഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് കേരള കൗമുദിയാണ്. കൗമുദിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ശശി തരൂരുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. കേരള വികസനം, മോദി പ്രശംസ, കോൺഗ്രസ് കുടുങ്ങി തരൂരിന്റെ നാവിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ അഭിനന്ദനവും അതേസമയം തന്നെ വസ്തുതകൾ തിരിച്ചറിഞ്ഞ പ്രതികരണം എന്ന P രാജീവിന്റെ വാക്കുകളും സബ് സ്റ്റോറിയായി നൽകിയിട്ടുണ്ട്. കേന്ദ്രത്തെ സമീപിക്കാൻ കേരളം വായ്പ പോരാ, ഗ്രാൻഡും വേണം എന്ന് പറഞ്ഞുകൊണ്ട് വയനാടുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകുന്നുണ്ട്. വയനാട് പുനർനിർമ്മാണത്തിന് അനുവദിക്കുന്ന 529.50 കോടി കേന്ദ്ര വായ്പ 1.5 മാസം കൊണ്ട് ചെലവഴിക്കണമെന്ന നിബന്ധനയിൽ സംസ്ഥാനം ഇളവ് തേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ്, FIR-ലെ തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് കൗമുദി സ്പെഷ്യലിൽ വന്നിരുന്ന കൗമുദിയുടെ സ്പെഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റോറി ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ക്രൂരമായ റാഗിങ്ങിനെ കുറിച്ചുള്ള FIR-ലെ പിശക് തിരുത്തി മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകുമെന്ന് ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ് അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ ക്ലറിക്കൽ എറർ എന്ന മന്ത്രി വാസവന്റെ വാക്കുകളും ഗുരുതര വീഴ്ചയെന്ന തിരുവഞ്ചൂരിന്റെ വാക്കുകളും സബ് സ്റ്റോറിയായി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ബൈക്കുകൾ കൂട്ടിയിടിച്ച ദമ്പതികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ച വാർത്തയും വലിയ പ്രാധാന്യത്തിൽ കേരള കൗമുദിയും ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമവും വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത തരൂരുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കോൺഗ്രസിനെ വെട്ടിലാക്കി തരൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മോദിക്കും ഇടതിനും വാഴ്ത്ത് എന്ന് ഒരു സ്ട്രിപ്പ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. രാഷ്ട്രീയം വേറെ വികസനം വേറെ എന്ന തരൂരിന്റെ വാക്കുകളും സബ് സ്റ്റോറിയായി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് 116 ഇന്ത്യക്കാരുമായി US സൈനിക വിമാനം അമൃത്സറിൽ എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിൽ മാധ്യമം നൽകുന്നുണ്ട്. മറ്റൊന്ന് വയനാടിന് കേന്ദ്ര വായ്പാ സമയപരിധിയിൽ ഇളവ് തേടും എന്ന വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കും 15 മരണം, കുംഭമേളയുമായി ബന്ധപ്പെട്ട മരണത്തിന്റെ വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്.
അതേസമയം തന്നെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത വയനാടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വയനാട് പുനർനിർമ്മാണം നിലപാടിൽ ഉറച്ച കേരളം, വായ്പയ്ക്കൊപ്പം ഗ്രാന്റും വേണം, വായ്പ തുക വിനിയോഗിക്കാനുള്ള സമയപരിധി നീട്ടിച്ചോദിക്കും, ഗ്രാന്റ് നേടിയെടുക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് 2 ബുള്ളറ്റിൻ കൂടി നൽകിയിട്ടാണ് ദീപിക ആ വാർത്ത നൽകിയിട്ടുള്ളത്. അമേരിക്ക നാടുകടത്തിയ 119 പേർ കൂടി ഇന്ത്യയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദീപിക അമേരിക്കയുമായി ബന്ധപ്പെട്ട കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകുന്നുണ്ട്. 3ാമത്തെ വിമാനം ഇന്നെത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപിക വാർത്ത നൽകിയിട്ടുള്ളത്. പ്രതിഷേധ കൊടുങ്കാറ്റായി കർഷക രക്ഷ, നസ്രാണി മുന്നേറ്റ മഹാസംഗമം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്ത നൽകിയിട്ടുണ്ട്. നീതി നിഷേധങ്ങൾക്കും അവകാശ ലംഘനങ്ങൾക്കുമെതിരെ കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക രക്ഷ, നസ്രാണി മുന്നേറ്റ ലോങ് മാർച്ചും അവകാശ പ്രഖ്യാപന റാലിയും ഭരണാധികാരികൾക്കുള്ള താക്കീതായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് വിജിലൻസ് പിടികൂടിയിട്ടും കൈക്കൂലി വിടാതെ റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വാർത്തയാണ്. അഴിമതിക്കാരെ കൊടുക്കാൻ വിജിലൻസ് പിടിമുറുക്കിയിട്ടും കൈക്കൂലിയിൽ നിന്നും പിടിവിടാതെ റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി 21 റവന്യൂ ഉദ്യോഗസ്ഥരെയാണ് ഇക്കൊല്ലം ഫെബ്രുവരി പകുതിയായപ്പോഴേക്കും വിജിലൻസ് പിടികൂടിയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയാണ് ദീപികയിൽ വന്നിട്ടുള്ളത്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത വികസനം പ്രതിപക്ഷവും അംഗീകരിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. മറ്റൊന്ന് നിലപാടിൽ ഉറച്ച തരൂർ, നല്ലത് കണ്ടാൽ പറയും എന്ന തലക്കെട്ടോടുകൂടി തരൂരിൻ്റെ വാക്കുകൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വാർത്ത നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ കേരളത്തിനായി ഒന്നിക്കണമെന്ന പി രാജുവിൻ്റെ വാക്കുകൾ ഇതിൽ സബ് സ്റ്റോറിയായി നൽകുന്നുണ്ട്. കള്ളപ്രചരണങ്ങൾക്ക് കൃത്യമായ മറുപടി എന്ന ഗോവിന്ദൻ മാഷിൻ്റെ റെസ്പോൺസും വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ വി ഡി സതീശൻ്റെ വാക്കുകളും പാർട്ടി പരിശോധിക്കട്ടെ എന്ന വാക്കുകളും വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഈസ്റ്റ് കേരള ഉച്ചകോടി 21-നും 22-നും കൊച്ചിയിൽ 25 രാജ്യത്തു നിന്നും നയതന്ത്ര പ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലെത്തുന്ന നിക്ഷേപ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം പരമാവധി ഉറപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് കെ ശൈലജയുടെ വ്യാജ വീഡിയോ, മുസ്ലിം ലീഗ് നേതാവിന് ശിക്ഷ എന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിൽ ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ മുസ്ലിം ലീഗ് നേതാവിന് ശിക്ഷ എന്ന വാർത്തയാണ്. മറ്റൊന്ന് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് ദാരുണാന്ത്യം എന്ന വാർത്തയും ദേശാഭിമാനിയും ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനമായി ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ പാതിവില തട്ടിപ്പിലേക്ക് ഇടത് സർക്കാരും വൈദ്യുതി മന്ത്രിയും കുടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത. അതായത് പാതിവിലയ്ക്ക് വാഹനങ്ങൾ വാഗ്ദാനം ചെയ്തുള്ള കോടാനുകോടികളുടെ തട്ടിപ്പിലേക്ക് സംസ്ഥാന സർക്കാരും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസാണ് തട്ടിപ്പിൽപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് ചരിത്രം കുറിച്ച വനിതാ നാവികർ, കേപ്പ് ഹോണും പിന്നിട്ട INSV തരിണി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. നായികസാഗർ പരിക്രമണത്തിൻ്റെ ഭാഗമായി പായ് വഞ്ചിയിൽ ലോകം ചുറ്റുന്ന ഭാരത വനിതാ നാവികർ വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പുരോഗമിക്കുകയാണ്. മറ്റ് നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ ജന്മഭൂമി നൽകുന്നുണ്ട്. ഗവർണർ ഇടപെട്ടോ, പരാതിയുമായി കൂടുതൽ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ജന്മഭൂമിയിൽ വരുന്നത്. പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തു, അന്വേഷണത്തിന് പ്രത്യേക കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പുരോഗമിക്കുകയാണ്. പ്രതികളുടെ തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനം എന്ന മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റൊന്ന് മോദിയുടെ US സന്ദർശനത്തെ പ്രശംസിച്ച് ശശി തരൂർ MP എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ ജന്മഭൂമി നൽകുന്നുണ്ട്. മറ്റൊന്ന് ബാങ്ക് കവർച്ച കേസിൽ നിർണായക വിവരങ്ങൾ, അന്വേഷണത്തിന് പ്രത്യേക സംഘം എന്ന വാർത്തയാണ്. കോട്ട ബാങ്ക് കവർച്ച കേസിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. മോഷണത്തിന് ശേഷം പ്രതി തൃശ്ശൂരിലേക്ക് കടന്നതായാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് തെളിവ് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് കേജ്രിവാൾ താമസിച്ച ബംഗ്ലാവിൻ്റെ നവീകരണം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ അരവിന്ദ് കെജ്രിവാൾ താമസിച്ച ആഡംബര ബംഗ്ലാവിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.